കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി സോൺ കലോത്സവത്തിനിടെ UDSF അതിക്രമം. നാടൻപാട്ട് മത്സരഫലത്തെക്കുറിച്ച് പരാതി പറയാനെത്തിയ SFIക്കാരെ മർദ്ദിച്ച് മുറിയിൽ പൂട്ടിയിട്ടു. SFI വളയം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പീലുമായി എത്തിയ കോളേജുകളുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം പ്രകോപനമുണ്ടാക്കി ആക്രമിച്ചുവെന്ന് കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് യൂണിയൻ ചെയർമാൻ സാനന്ദ് പറഞ്ഞു. അത് KSU MSF ഭരിക്കുന്ന ക്യാമ്പസുകൾക്ക് 1, 2, 3 സ്ഥാനം നൽകുന്ന സമീപനമാണ് ഇവിടെ ഉണ്ടായിരുന്ന സംഘാടക സമിതി എടുത്തിരുന്നത്. അതിന്റെ ഭാഗമായി അപ്പീലുമായി കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജും മറ്റ് കോളേജുകളും ഈ സംഘാടക സമിതിയെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന്റെ ഭാഗമായി നമ്മൾ അവിടെ പോയ ഘട്ടത്തിൽ യൂണിയൻ അംഗങ്ങളോട് ചർച്ചയ്ക്ക് വിളിച്ച് സംഘാടക സമിതിയുടെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലേക്ക് ചർച്ചയ്ക്ക് വിളിക്കുകയും അതിന്റെ അകത്തുനിന്ന് ഈ പറയുന്ന അപ്പീലിന് ആവശ്യമുള്ള വീഡിയോ തെളിവുകളടക്കം നൽകി ചർച്ച വളരെ രമ്യമായി ചർച്ച ചെയ്യുന്നതിന്റെ അടക്ക് വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മളെ ഈ കോഴിക്കോട് ലോ കോളേജിലുള്ള ഞാനടക്കമുള്ള യൂണിയൻ ഭാരവാഹികളെ, യൂണിയൻ ചെയർമാൻ ആയിട്ടുള്ള എന്നെയും അതുപോലെ തന്നെ UUC ആയിട്ടുള്ള ശ്രീകാന്തിനെയും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുകയാണ്. ലിനറ്റ്, ഡി സോൺ കലോത്സവത്തിലെ അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ബി സോൺ കലോത്സവത്തിലും അക്രമം ഉണ്ടായിരിക്കുകയാണ്. പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ടോ? ഈ UDSF നേതാക്കന്മാരുടെ അടുത്തുനിന്ന് പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി വർമ്മ, ഇന്ന് പുലർച്ചെ 1:30 ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഈ ഒരു നാദാപുരം ഗവൺമെന്റ് കോളേജിൽ ഉണ്ടാകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ ബി സോൺ കലോത്സവം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അതായത് നാടൻപാട്ടിനെ ചൊല്ലി ആ മത്സരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിദ്യാർത്ഥികൾ മത്സരിച്ചു എന്നും അതിൽ അവർക്ക് സമ്മാനം ലഭിച്ചു എന്നും 1ാം സ്ഥാനവും 2ാം സ്ഥാനവും UDSF ഭരിക്കുന്ന കോളേജുകൾക്ക് ലഭിച്ചു എന്ന ആരോപണവുമായിട്ടാണ് SFI പ്രവർത്തകർ ഈ ഒരു അപ്പീൽ കമ്മിറ്റിയെ സമീപിക്കുന്നത്. അതിനുശേഷം അവർ ചർച്ച നടത്തുന്നതിനിടെയാണ് അവരെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് ഈ ഒരു ലോ കോളേജിലെ ചെയർമാനായിരിക്കുന്ന സനാന്ദിനെ മർദ്ദിക്കുകയും അതോടൊപ്പം ചെയർപേഴ്സണായിരിക്കുന്ന ഗോപികയെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തു എന്ന പരാതിയാണ് ഇപ്പോൾ SFIയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ഉടൻ തന്നെ പരിക്കേറ്റ SFI പ്രവർത്തകരെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് വളയം പോലീസ് സ്റ്റേഷനിൽ ഇവർ SFI പ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.